അങ്ങനെയുള്ള ആശ്വാസകരമായ വാർത്തകൾ മിസ്സായ ആളുകൾ ഒക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നതെന്ന് തന്നെ ബോധ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ചാലിയാറിൽ നിന്ന് വേറെ പേരെ കണ്ടെത്തുന്നൊക്കെയുണ്ട്. എന്നാൽ അതിനിടയിൽ ചില ആശ്വാസങ്ങളുണ്ട്. അവിടേക്ക് ഇപ്പം കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞതുപോലെ തന്നെ മൂന്നാമത്തെ പാലവും പ്രധാനപ്പെട്ട പാലവും പൂർത്തിയാക്കുകയാണ്. ആദ്യം ഉണ്ടാക്കിയത് നമുക്കറിയാം, ആളുകൾക്ക് അവിടേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് മാത്രം നടന്നു പോകാൻ വീതിയുള്ള ഒരു താൽക്കാലിക പാലം നിർമ്മിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം അതിന്റെ മേലേക്കൂടി കയറി അത് പിന്നെ പൊന്തിച്ചു. അത് കഴിഞ്ഞ് പിന്നീട് വേറെ താൽക്കാലിക പാലം നിർമ്മിച്ചു. അത് കുറച്ചുകൂടി വീതിയുള്ളതാണ്, കുറച്ചുകൂടി ഒരേ സമയം കൂടുതൽ ആളുകൾക്ക് പോകാൻ പറ്റുന്ന. അതേപോലെ ബേലിപ്പാലം ഇന്നലെ രാത്രി ഞാൻ വളരെ വൈകിയാണ് കിടന്നുറങ്ങിയത്. കാരണം രാവിലെ ഒരു 5:30-6 മണി വരെ ഇരുന്ന് ആ ബേലിപ്പാലത്തിന്റെ ഇങ്ങനെ പണി പുരോഗമിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. രാത്രിയിലിരുന്ന് അവർ വർക്ക് ചെയ്തത്, നിരന്തരമായ പരിശ്രമം. ഇപ്പൊ ഏറെക്കുറെ അതും പൂർത്തീകരിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ പറ്റുന്നത്. ബേലിപ്പാലത്തിനെ കുറിച്ച് ഇന്നലെ പറഞ്ഞു. ബേലിപ്പാലത്തിന്റെ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു കാൽക്കുലേഷൻ ഭയങ്കര ടഫാണ്. ഇതിന് ബേലിപ്പാലം നിർമ്മിക്കുന്നതിന് പ്രത്യേകിച്ച് ട്രെയിനിങ്ങും കോഴ്സും ഒക്കെ കൊടുത്തിട്ടുള്ള സ്പെഷ്യൽ ടീമാണ് അത് പിന്നെ നിർമ്മിക്കാറുള്ളത്. ബാക്കിയുള്ളവരൊക്കെ അവരാണ് ഇതിന്റെ ഈ നട്ടും ബോൾട്ടും പിടിപ്പിക്കലും കാര്യങ്ങളും ഒക്കെ ചെയ്യാറുള്ളത് സാധാരണഗതിയിൽ. ഇതിന്റെ ഇപ്പോ ബേലിപ്പാലത്തിലും അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. ചെറിയൊരു പിന്നെ കണക്കൂട്ടിൽ തെറ്റിക്കഴിഞ്ഞാൽ അപകടം ഉണ്ടാവും. കാരണം ഇപ്പൊ ഈ വർഷമാണോ കഴിഞ്ഞ വർഷമാണോ സിക്കിമിലെ ഗാംഗ്ടോക്കിൽ പിന്നെ സൈന്യം നിർമ്മിച്ച ബേലിപ്പാലം പൊളിഞ്ഞിട്ട് പിന്നെ അത് അതിലെന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിപ്പോയതാ കാൽക്കുലേഷനിൽ. അത് പൊളിഞ്ഞ് താഴത്തേക്ക് പോയി. അങ്ങനെ പക്ഷെ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്രയും ലെങ്ത് ഉള്ളതുകൊണ്ട് നടുവിൽ പില്ലർ കൊടുത്തിട്ടുണ്ട്. പുഴയ്ക്കകത്ത് ഈ കമ്പി കൊണ്ട് തന്നെയുള്ള പില്ലർ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, GI മെറ്റീരിയൽ വരെ അവിടെ യൂസ് ചെയ്യുന്നത്. ആ ബേലിപ്പാലം അന്ന് പൊളിഞ്ഞെങ്കിലും 48 മണിക്കൂറിനകം സിക്കിമിൽ പിന്നെ സൈന്യം വേറെ പിന്നെ അത് പുനർനിർമ്മിച്ചു ആ ബേലിപ്പാലം. ഇത് ഈ പാനലുകൾ വെച്ച് രണ്ട് സൈഡിലും ജോയിന്റ് ചെയ്ത് പോകുന്നൊരു സിസ്റ്റമാണ് ഇത്. മാത്രമല്ല ട്രോളി സിസ്റ്റത്തിലാണ് ഇത് പുഷ് ചെയ്യുക. കാരണം ഇതിന് പറയാറുള്ളത് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഹോം ബാങ്ക് എന്ന് പറയും. ഇത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ആ കരയ്ക്ക് ഹോം ബാങ്ക് എന്ന് പറയും. ഓപ്പോസിറ്റ് സൈഡിലേക്ക് അതിന് പറയുന്നത് ഫോർ ബാങ്ക് എന്ന് പറയും. അപ്പം ഇവിടുന്ന് ഇത് പിന്നെ പൂർത്തിയാവുന്നതനുസരിച്ച് അങ്ങോട്ട് പിന്നെ ഈ ട്രോളി വഴി നീക്കി തള്ളി പിന്നെ മാനുവലായിട്ടാണ് ഇപ്പോൾ തള്ളിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വേറെ എക്യുപ്മെന്റ്സ് ഒന്നും കാര്യമായിട്ടില്ലാത്തതുകൊണ്ട് ആളുകൾ. അപ്പൊ ഈ രണ്ടറ്റവും അങ്ങനെയാണ്. രണ്ടറ്റത്തും ഈ പ്രതലം ഉറപ്പുണ്ടാവണം. ഉറപ്പുള്ള ഭാഗത്തേക്ക് വരെ ഇത് ലെങ്ത് നീട്ടും. അല്ലാതെ വെറുതെ കൊണ്ട് ഇടിയുന്ന സ്ഥലത്ത് വെറുതെ കൊണ്ട് അറ്റമുട്ടിച്ച് ഇടുകയല്ല ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇതിന്റെ ഈ സാധനങ്ങളെല്ലാം ആളുകൾ പിന്നെ കയ്യിൽ പിടിച്ച് ചുമടായിട്ടൊക്കെയാണ് ഏറ്റിക്കൊണ്ട് തോളിൽ വെച്ചിട്ടൊക്കെയാണ് ഏറ്റിക്കൊണ്ട് പോയത്. ഇതിന്റെ ഈ മെറ്റീരിയൽസ് മുഴുവൻ അങ്ങോട്ട് ഈ സ്ഥലത്തേക്ക് എത്തിച്ചത്. കാരണം അങ്ങനെ മാർഗം ഉണ്ടായിരുന്നുള്ളൂ, വേറെ ട്രക്കൊന്നും പോകില്ലായിരുന്നല്ലോ അന്ന്. അത് കൊണ്ടുപോകുമ്പോഴുള്ള ബുദ്ധിമുട്ട് ചെളിയിൽ കൂടി വേണം നടക്കാൻ. ഈ മുട്ടറ്റം ചെളിയിൽ കൂടി നടക്കുമ്പോൾ ഇത് പിടിക്കുന്ന ആൾക്കാർ ഇത് രണ്ടുപേര് ചേർന്നാണ് പിന്നെ ഒരു കമ്പി പിടിക്കുന്ന രണ്ടുപേരെ തോളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരേ ഹൈറ്റുള്ള ആൾക്കാരായിരിക്കണം രണ്ടുപേരും. ഇല്ലെങ്കിൽ ഈ ഹൈറ്റ് കുറഞ്ഞ ആൾക്ക് കൂടുതൽ ഭാരം വരും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സെലക്ഷൻ ഇതിനകത്തുണ്ട്. ഓക്കെ, അതുപോട്ടെ. എന്തായിരുന്നാലും ഇപ്പൊ ഇന്ന് ശ്രദ്ധിച്ചൊരു കാര്യം, ഇപ്പൊ രാഹുൽ ഗാന്ധി വന്നു. രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇസഡ് കാറ്റഗറി പിന്നെ സെക്യൂരിറ്റി സംവിധാനങ്ങളുള്ള ആളാണ്. പക്ഷെ അത്ര സെക്യൂരിറ്റി സംവിധാനത്തോട് കൂടിയിട്ടല്ല രാഹുൽ ഗാന്ധി വന്നത്. അത് രാഹുൽ ഗാന്ധിയുടെയും പിണറായിയുടെയും ഒക്കെ സന്ദർശനം പിന്നെ അവിടെ കാര്യങ്ങളിൽ ഇടപെട്ട രീതിയൊക്കെ വളരെ മാന്യമായിരുന്നു. രാഹുൽ ഗാന്ധി വന്നിട്ട് രാഹുൽ ഗാന്ധി പിന്നെ ഈ താൽക്കാലിക പാലത്തിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് അത് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകാൻ പോയില്ല. കാരണം അത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുമെന്ന ഒരു ഔചിത്യബോധം അദ്ദേഹം കാണിച്ചു. അദ്ദേഹം വളരെ മാന്യമായിട്ട്. കാരണം അദ്ദേഹം വരുമ്പോൾ ആൾക്കാർ ക്രൗഡ് അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. രക്ഷാപ്രവർത്തനത്തിന് ആകെ ബാധിക്കും. അതിന്റെ ഭാഗമായിട്ട് എല്ലാവരുടെയും ശ്രദ്ധ ഇതിലേക്ക് വരും. അപ്പൊ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടി അദ്ദേഹം പിന്നെ പാലത്തിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് അതേ പോലെ ഇറങ്ങി വന്നു. ബാക്കിയുള്ള ഉദ്യോഗസ്ഥരോട് സംസാരിച്ച് അദ്ദേഹം അവിടെ നിന്ന് പിന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളും ആശുപത്രിയൊക്കെ സന്ദർശിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മാന്യമായ രീതിയിലുള്ള നിലപാടാണ് അതിൽ പിന്നെ രാഹുൽ ഗാന്ധി എടുത്തതെന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല. ഉത്തരവാദിത്വപൂർവമായ ഒരു നിലപാട്, വളരെ പക്വമായ ഒരു നിലപാടാണ് എടുത്തിട്ടുള്ളത്. അവിടുത്തെ മറ്റു പ്രവർത്തനങ്ങൾക്കൊന്നും തടസ്സമില്ലാത്ത രീതിയിൽ. അതേപോലെ തന്നെ അതിനിടയിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ഈ രക്ഷാപ്രവർത്തകർ എന്ന് പറഞ്ഞ് ഈ ജാക്കറ്റൊക്കെ ഇട്ട് പിന്നെ നിൽക്കുന്ന ആൾക്കാർ, ഈ സേഫ്റ്റി ജാക്കറ്റൊക്കെ ഇട്ട് നിൽക്കുന്ന ആൾക്കാർ പോലെ അവർ വരെ സെൽഫി എടുക്കുന്നു. അവർ വരെ ഈ വീഡിയോ പകർത്തുന്നു രാഹുൽ ഗാന്ധിയുടെ. അതിനല്ല അവർ പോയത്. അപ്പൊ ഈ രക്ഷാപ്രവർത്തകർ ബഹുഭൂരിപക്ഷവും ആത്മാർത്ഥമായിട്ട് നിൽക്കുമ്പോഴും അതിനിടയിലും ഉണ്ട് ഇങ്ങനത്തെ കുറച്ച് വൃത്തികെട്ടവന്മാരെന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. അതിലാണോ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്? അവരെ വോളണ്ടിയേഴ്സ് ആയിട്ട് അവിടെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർ അവിടെയല്ലേ ഫോക്കസ് ചെയ്യേണ്ടത്? ആരോ വരട്ടെ, നരേന്ദ്രമോദി വരട്ടെ, രാഹുൽ ഗാന്ധി വരട്ടെ, ഡൊണാൾഡ് ട്രംപ് വരട്ടെ, ഐശ്വര്യ റായ് വരട്ടെ, മമ്മൂട്ടി വരട്ടെ, ആരോ വരട്ടെ. അതല്ലല്ലോ വിഷയം. അതിലല്ലല്ലോ പോയത്. അവിടെ സെൽഫി എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ നിന്നവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു മനസ്സിന്റെ വൈകൃതം എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുള്ളൂ. കാരണം ആ സമയത്ത് അതിനൊക്കെ അതിനല്ല അവർ പോയത്. അവിടെ അതിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ അർപ്പിതമായ കടമ. എന്താണ് അവർ ഏറ്റെടുത്തതാണ് പലരും സ്വയം സന്നദ്ധനായിട്ട് ചെന്നവരാണ്.
അപ്പൊ ചെന്നത് ഇങ്ങനെ VIP വരുമ്പോൾ അവരെ ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള അവസരം കിട്ടും എന്ന് കരുതിയിട്ട് സെൽഫി എടുക്കാനൊക്കെ അവസരം കിട്ടുന്ന എഴുതിയിട്ടാണെന്നുണ്ടെങ്കിൽ സെൽഫിക്കൊന്നും രാഹുൽഗാന്ധി ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല. ആ തിരക്കിനിടയിൽ കൂടി ഇങ്ങനെ നിന്നിട്ട് ഫോട്ടോ എടുക്കണം, ഇങ്ങനെ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നുള്ളതാണ്. അതൊക്കെ വൃത്തികേടാണ് കാണിച്ചിട്ടുള്ളത്. മറ്റൊന്ന് പിണറായി വിജയൻ ഈ വന്നിട്ട് പറഞ്ഞ ചില കാര്യങ്ങൾ, ഇന്ന് അവലോകന യോഗത്തിന് ശേഷം പറഞ്ഞ കാര്യങ്ങൾ വളരെ വളരെ അതിൽ നിന്നൊന്നും കുറയ്ക്കാനില്ല കൂട്ടാനില്ല. വളരെ മാന്യമായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ വളരെ ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് പക്വതയോട് കൂടിയിട്ട് ഈ വിഷയത്തെ വളരെ സംയമനത്തോട് കൂടിയിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കോ ആശുപത്രികളിലേക്കോ മീഡിയ പ്രവർത്തകർ ഉൾപ്പെടെ ആവശ്യമില്ലാത്ത ആരും ഈ പ്രവേശനം നൽകുന്നില്ല എന്നുള്ള നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം നിങ്ങൾ ആലോചിക്കേണ്ടത്, ഈ ഒരാൾ വന്ന് ചോദിച്ചു, വിശദീകരിച്ചു. പിന്നെ ഇപ്പോ ഒരച്ഛൻ 9ാം ക്ലാസ് പഠിക്കുന്ന മോള്, ആ മോള് പറയുന്ന അച്ഛൻ തോട്ടം തൊഴിലാളിയാ, മോള് പറയുന്ന 9ാം ക്ലാസ് പഠിക്കുന്ന മോൾ എപ്പോഴും പറയും അച്ഛന് 10 വർഷം കൂടി ജോലിക്ക് പോയാൽ മതി, അപ്പോഴത്തേക്ക് ഞാൻ പഠിച്ചിട്ട് ഞാൻ അമേരിക്കയിൽ പോകും എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഈ കുറെ പിന്നെ മനുഷ്യരുടെ അടുത്ത് വീണ്ടും വീണ്ടും ഈ മനുഷ്യർക്ക് അറിയാം. അപ്പൊ പല മീഡിയകളുടെ അടുത്ത് ഈ ബൈക്കുണ്ട്. അപ്പോൾ ഒരാൾ വന്ന് ചോദിച്ചു, പിന്നെ ഇങ്ങനെ ആളുണ്ടെന്ന് അറിയുമ്പോൾ അടുത്ത ആൾ പോയി ചോദിക്കുന്നത് ഇങ്ങനെ നഷ്ടപ്പെട്ടവരെ കുറിച്ചൊക്കെ. പിന്നെ 40ഓളം പേര് ഒളിച്ചു പോയ ഒരു ഐക്യരുടെ അടുത്തും പല ചാനലുകാരും ചെന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന വീണ്ടും വീണ്ടും അവരെ സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്നില്ല, ശാന്തമായിട്ടൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല, അതിന്റെ അവസ്ഥയുണ്ട്. അപ്പം അത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് എന്റെ അഭിപ്രായത്തിൽ. ഏറ്റവും മാന്യമായിട്ട് റിപ്പോർട്ടിംഗ് നടത്തുന്ന ഒരാൾ എനിക്ക് തോന്നുന്നു പിന്നെ 24 ന്യൂസിലെ താജ് ഇബ്രാഹിം ഹാഷ്മി. വളരെ ഇതായിട്ട് ഏറ്റവും ബോറായിട്ട് ചെയ്യുന്നത് ഇപ്പോഴും സുജയ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. എന്താണെന്ന് എനിക്കറിയില്ല, ഇപ്പോഴും ഈ മാറ്റം വന്നില്ല. ഷിരൂരിൽ ഇത് വന്നിട്ട് കുറച്ചൊരു പാകതയുണ്ട്. അവിടത്തേനേക്കാൾ പിന്നെ കമ്പയർ ചെയ്തിട്ട് അർജുന്റെ രക്ഷാദൌത്യത്തിൽ കാണിച്ച പോലെയുള്ള ഒച്ചമിടി ഇല്ല. എന്നാൽ തന്നെ അവതരണ രീതി ഒരു വേറെ രീതിയിലാണ്. പക്ഷെ ഹാഷ്മിയൊക്കെ വളരെ വളരെ സന്ദർഭോചിതമായിട്ട് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നനുസരിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ഈ മീഡിയക്കാർ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ ഈ ഒരേ വേദന അനുഭവിക്കുന്ന ആളുകളാണ് അവിടെയുള്ള സമൂഹം മുഴുവൻ. ചിലർക്ക് അച്ഛനും അമ്മയായിരിക്കും നഷ്ടപ്പെട്ടു, ചിലർക്ക് മക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ചിലർക്ക് സഹോദരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എല്ലാവർക്കും സ്വത്തും പിന്നെ വീടും എല്ലാം നഷ്ടപ്പെട്ടവരാണ് എല്ലാവരും. അവർക്ക് പരസ്പരം താങ്ങും തണലുമായി നിൽക്കാനും പരസ്പരം ആശ്വസിപ്പിക്കാനും ഒക്കെ ഉള്ള അവരുടേതായ ഒരു ലോകത്തേക്ക് അവരെ വിട്ടുകൊടുക്കുകയും അത്യാവശ്യത്തിന് വേണ്ട ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായിട്ടും ആരോഗ്യ പ്രവർത്തകർ, ബാക്കിയുള്ള സന്നദ്ധ പിന്നെ പ്രവർത്തകർ, പിന്നെ ഒഫീഷ്യലായിട്ടുള്ള മറ്റു ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർ, അവരല്ലാതെ പോയി ആൾക്കാരിങ്ങനെ അവരെ പോയി കാണാനും സന്ദർശിക്കാനും നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതും പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതൊക്കെയുള്ള എല്ലാ കോർഡിനേഷനും ഇപ്പൊ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം അവിടെ പിന്നെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് 4 മന്ത്രിമാർ ശശീന്ദ്രൻ, പിന്നെ OR കേളു, അതേപോലെ തന്നെ റവന്യൂ മന്ത്രി കെ രാജൻ, റിയാസ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, ഇവർ 4 പേരും അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോ BJPയുടെ നേതാവ് MD രമേശ് ഉൾപ്പെടെയുള്ളവർ അവിടെ വന്നു. പക്ഷെ അതിനിടയിൽ ശ്രദ്ധിച്ചൊരു കാര്യം, പിണറായി വളരെ മാന്യമായിട്ട് കാര്യങ്ങൾ ലീഡർഷിപ്പ് എല്ലാം വളരെ മാന്യമായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ റിയാസ് ഉൾപ്പെടെയുള്ളവർ മുണ്ടും മടക്കി കുത്തിയിട്ട് പിന്നെ ആൾക്കാരെ പിന്നെ അങ്ങോട്ട് അക്കരയ്ക്ക് കടത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തുകൊണ്ടൊക്കെ കൈമാറുന്നൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരും ഏർപ്പെടുന്നുണ്ട്. കൈമൈ മറന്നിട്ട് നേതാവെന്നോ അനുയായിയെന്നോ വലിയവനെന്നോ ചെറിയവനെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അതിനിടയിൽ ഞാൻ വൃത്തിയിൽ കണ്ടത്, പിണറായി വിജയൻ ഹെലികോപ്റ്ററിൽ ഹെലികോപ്റ്ററിലിരുന്ന് ഒരു സീറ്റ് ബെൽറ്റ് ഒക്കെ ഒരാൾ ഇട്ട് കൊടുക്കുന്നു. അതിന്റെ ഒരു വീഡിയോ വെച്ചിട്ട് എന്തോ റെഡ് ആർമി അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അങ്ങനെ കുറെ ആർമി ഉണ്ട് അവർക്ക്, സൈബർ കമ്മികൾക്ക്. അതിനകത്ത് പിന്നെ വരുന്ന ഒരു ആ വീഡിയോ ഇട്ടിട്ട് ക്യാപ്റ്റൻ വയനാട്ടിലേക്ക്, ഇമാതിരി തള്ളിന്റെ സമയമൊന്നുമല്ല അത്. ഇത് ടൂർ പോയതല്ലല്ലോ, ക്യാപ്റ്റൻ വയനാട്ടിലേക്ക്. അതിലൊന്നും കഥയൊന്നുമില്ല. അങ്ങനെ അഞ്ചുമാതിരി പ്രചാരണങ്ങൾ നടത്തുന്നത് ഇതിന്റെ പിന്നെ ഈ അന്തരീക്ഷത്തെ കൂടുതൽ മലിനവസമാക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ബാക്കി രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം, പിന്നെ പ്രിയങ്ക ഗാന്ധിയുടെ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം, പിണറായി വിജയന്റെ പിന്നെ ഇടപെടലുകൾ എല്ലാം വളരെ പെർഫെക്റ്റ് ആയിരുന്നു, യാതൊരു സംശയവുമില്ല. സന്ദർഭോചിതമായിട്ടാണ്, ഔചിത്യബോധത്തോടുകൂട്ടാണ് അവരെല്ലാം കാര്യങ്ങളെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അവർ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ രക്ഷാപ്രവർത്തകർക്കിടയിൽ ഇങ്ങനെ സെൽഫി എടുക്കാൻ പോയമാരൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ കണ്ടുപിടിച്ച് അവിടെ നിന്ന് ഒഴിവാക്കണം. അവരാവശ്യമില്ലാന്നേ, അവരെ പ്രസൻസ് ആവശ്യമില്ല എന്നുള്ളതാണ് തീരുമാനിക്കേണ്ടതെന്നുള്ള അഭിപ്രായം എന്തായിരുന്നാലും. ഓക്കെ.